എല്ലാരും കൂടെ ഒരുമിച്ച് നല്ല രസപോലെ തന്നെയായിരുന്നു അത് ആഗ്രഹിച്ചിരുന്നത്. പിന്നെ പറഞ്ഞ പോലെ അല്ലേ അതേപോലെ തന്നെ അങ്ങനെ ഒരു പ്രാക്ടീസ് കിട്ടിയത് കൊണ്ട് അവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരു കോറിയോഗ്രാഫ് എന്താണെന്നുള്ള അറിയാം. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ കല്ല് മൂത്രപ്പുര എന്ന് പറയുന്ന ഇതിലുണ്ടാവില്ല. നമുക്കൊരു ഇവിടെ ഇങ്ങനെ ആയിരിക്കും, ഇത്രേ സ്പേസ് ഉണ്ടാവുള്ളൂ എന്നേ പറയുള്ളൂ. നമ്മുടെ മൈൻഡിലായിരിക്കും അതുണ്ടാവും. പക്ഷെ റിയൽ ആയിട്ട് വരുമ്പോൾ ഈ ആർട്ടിൻ്റെയും എല്ലാം വർക്ക് വരുമ്പോൾ ഇതിൽ ഏതാണ് യഥാർത്ഥ കല്ല്, ഏതാണ് ഫേക്ക് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. ചിലപ്പോൾ കൈ ഇടിക്കുന്ന സമയത്തൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാവില്ല ഇതൊക്കെ റിയലാണോ ഫേക്ക് ആണോ എന്നുള്ളത്. അങ്ങനെ കിട്ടിയിട്ടുള്ള കുറച്ച് തിരിച്ചുപണിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം മൊത്തം ഞങ്ങൾ ചിരിച്ചും കളിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസും കളിച്ചു വന്നു. പിറ്റേ ദിവസം വന്നപ്പോ പടത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ 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 കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തതിന്റെ പ്രാങ്കുഡ് ഷാപ്പില് കോമ്പിനേഷൻസ് ഇപ്പൊ ഇവരൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ വളരെ കുറവാണ്. എനിക്ക് പോലീസുകാരുമായിട്ടുള്ള കോമ്പിനേഷനാണ്, ഇയാൾ ഒറ്റയ്ക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഇന്ററോഗേഷൻ മാത്രമേ ഉള്ളൂ. സൗഭികമായിട്ടും 2-3 ദിവസം, ചെമ്പൻ ചേട്ടനായിട്ട് 2-3 ദിവസം, നമ്മൾ തമ്മിൽ ഒരു ദിവസത്തെ കോമ്പിനേഷൻ, അങ്ങനെയൊക്കെ ഉള്ളൂ. ഞാൻ കാണുന്നില്ല, അന്നേരം കാണുന്നില്ല, ഇങ്ങനെ ചത്ത് കിടക്കുക. ഡെഡ് ബോഡി ആയിട്ട് ഇപ്പൊ എന്ത് വൈബ് ചെയ്യാനാ? ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പോയിന്റ് എത്തി ഞാൻ ഷോട്ട് ഓക്കെ പറയും. പക്ഷെ ശ്രീരാജ് അങ്ങനല്ല, വെറുതെ കുഴപ്പമില്ല എന്നുള്ള പോയിന്റ് ഒന്നും പോരാ ശ്രീരാജിന് വേറെ നമ്മൾ വിചാരിക്കുന്ന ഓക്കെ ഷോട്ടൊന്നും അല്ല ശ്രീരാജിന്റെ ഓക്കെ ഷോട്ട്. അതാണ് വ്യത്യാസം. ഞാൻ ഒരു 2ാമത്തെ 3ാമത്തെ ടേക്ക് ഒക്കെ ആകുമ്പോൾ എനിക്കിത് ഓക്കെയാണ്, ഞാൻ ചെയ്തേക്കണം ഓക്കെ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് മോണിറ്റർ കാണുമ്പോൾ. പക്ഷെ ശ്രീരാജ് അത് ഓക്കെ ആവുന്ന ഒരു 10ാമത്തെ ടേക്കിലേക്ക് ആയിരിക്കും. ഉത്തരം പറ ഉത്തരം അറിയില്ലെങ്കിൽ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നു. കറക്റ്റ് ഉത്തരം പറ. വെറുതെ നമ്മളെ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ടീം വർക്കാണ്. അപ്പം അതിൽ എല്ലാത്തിലും ഞാൻ ഇങ്ങനെ എന്താണ് വർക്ക്. സോ ആ ക്യാരക്ടറും ആ സിനിമക്ക് ആവശ്യമുള്ളതാണ് അവിടെ വേണ്ടത്. സോ അങ്ങനത്തെ ഒരു സിനിമയും ക്യാരക്ടറും കിട്ടിയതിൽ ഐ എം വെരി ഹാപ്പി. ടീം പ്രാവിൻകൂട് ഷാപ്പാണ് മീഡിയാവിനോടൊപ്പം ഉള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. ഞാനത് പറയാൻ ആരുമല്ല, ബട്ട് സ്റ്റിൽ ഔട്ട് ഓഫ് ഹാപ്പിനെസ് ഐം സെയിങ് ലൈക്ക് ഭയങ്കര ഹൈ തന്ന, സിനിമാറ്റിക്കലി ഒരു വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമയായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ്. അതിൻ്റെ ടെക്നിക്കാലിറ്റി കൊണ്ടും നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ടും ഒക്കെ ആ ഒരു സിനിമ കണ്ട് ഹൈ ആവുക എന്ന് പറയില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് തന്നിരുന്നു. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് തിയേറ്ററിൽ പ്രാവിൻകൂട് കാണുമ്പോൾ? ഓപ്പൺ ആയിട്ട് എല്ലാവരോടും കൂടെ ഉള്ള ചോദ്യം. ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പറയായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് നല്ല രസപോലെ തന്നെയായിരുന്നു അത് ആഗ്രഹിച്ചിരുന്നത്. പിന്നെ പറഞ്ഞ പോലെ അല്ലേ അതേപോലെ തന്നെ. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ശ്രീരാജിന്റെ മൊത്തത്തിലുള്ള സ്റ്റോറി ടെല്ലിങ്ങിലും അയാളുടെ വിഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു വലിയ സിനിമ കണ്ട ഒരു ഫീൽ തിയേറ്ററിൽ ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ സിനിമയ്ക്ക്. അതിൻ്റെ വിഷ്വലി ആണെങ്കിലും സൗണ്ട് ഡിസൈനിങ്ങിലാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും പറയുന്ന പോലെ എല്ലാവരുടെയും പെർഫോമൻസസ് ഒക്കെ ആണെങ്കിലും ശ്രീരാജിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ക്വിർക്കിനെസ് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ. നമ്മൾ സ്ഥിരം ത്രില്ലർ സിനിമയുടെ പോലെ സഞ്ചരിക്കുന്ന ഒരു സിനിമയല്ല, അതിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്താണ് ആ സിനിമ അയാൾ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഡിഫറെൻറ്റ് സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് നന്നായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. തിയേറ്ററിൽ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ഞാനും ഫസ്റ്റ് ഡേ എല്ലാവരോടും കൂടി ഇരുന്നിട്ടാണ് ആദ്യം പടം കാണുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് കാണുമ്പോൾ നമ്മളെ ഒരു പാർട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ സിനിമ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഈ വായിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ. വിഷ്വലി അതെങ്ങനെ വരും എന്നുള്ളതിൽ വിഷ്വലി ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ വായിച്ചിട്ട് കിട്ടിയിട്ട് നിന്നും വിഷ്വലി കാണുമ്പോൾ അത് ഭയങ്കരമായിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അതോട് സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഒരു വലിയൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കുറേ ഒന്നും എക്സ്പീരിയൻസ് ഇല്ല ഇതിനു മുന്നേ. അപ്പം ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ പുതിയ ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു ഡ്രീം ടീമിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. അതിൽ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തു.
ഇപ്പോൾ ഡയറക്ടറാണെങ്കിലും ഒരു പ്രത്യേക വേറൊരു വിഷൻ, വേറൊരു മൂഡുള്ള ഒരു ശ്രീരാജ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് സോണിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു നമുക്ക് ആക്ടേഴ്സിനും കുറച്ചും കൂടി ഒരു ഫ്രീഡം തന്നിട്ടാണ്. എന്ന് വെച്ചാൽ മൊത്തം നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് വേണ്ട സാധനത്തിൽ അവിടെ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ അതിനുള്ള വഴി ഒരുക്കി തരും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷവരാണ്, പുള്ളിയും ഹാപ്പിയാണ്. അങ്ങനെ ഓവറോൾ ഭയങ്കര സന്തോഷമാണ്, ഹാപ്പിയാണ്. ഓക്കെ, ഇതില് കൊമ്പന്റെ കഥാപാത്രം ഇതേപോലെ ആളുകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആള് കാടിളകി വരുന്ന ആ ഒരു ഫീല് തരുന്ന ഒരു ആക്ഷൻ സീനിലാണ്. ലൈക്ക് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു, അതിലൊരു സിംഗിൾ ഷോട്ടിൽ വന്നിട്ട് ഒരു ബാത്റൂമിലുള്ള ഒരു ഫൈറ്റ് വരുന്നുണ്ട്. മൂത്രപ്പുര പെയിന്റിങ് സ്പോയിലർ ആകുമെന്നുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പൊ അതൊരു റിസ്കി ഫാക്ടർ അല്ലേ? അത്രയും ഇടുങ്ങിയ സ്ഥലം, അത്രയും അധികം ആളുകള്, സിംഗിൾ ഷോട്ടിൽ ഇത് പോകുന്നു, ആ പ്രോപ്പർട്ടികളെല്ലാം അവിടെ ഉണ്ട്. അത് എത്രത്തോളം ശ്രമകരമായിരുന്നു? ആ ഫൈറ്റിന് മുന്നേ മാസ്റ്റർ, കലയ മാസ്റ്ററാണ് നമുക്കൊരു 2 ദിവസം അതിൻ്റെ ഒരു പ്രാക്ടീസ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം അതങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ വന്നിട്ട് ഒറ്റ ഷോട്ടിലായതുകൊണ്ട്, മറ്റൊക്കെ നമുക്ക് കുറച്ച് ആ സമയത്ത് എടുത്ത് പഠിച്ച് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പ്രാക്ടീസ് കിട്ടിയത് കൊണ്ട് അവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരു കോറിയോഗ്രാഫ് എന്താണെന്നുള്ള അറിയാം. പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ കല്ല് മൂത്രപ്പുര എന്ന് പറയുന്ന ഇതിലുണ്ടാവില്ല. നമുക്കൊരു ഇവിടെ ഇങ്ങനെ ആയിരിക്കും, ഇത്രേ സ്പേസ് ഉണ്ടാവുള്ളൂ എന്നേ പറയുള്ളൂ, നമ്മുടെ മൈൻഡിലായിരിക്കും അതുണ്ടാവുക. പക്ഷെ റിയലായിട്ട് വരുമ്പോൾ ഈ ആർട്ടിൻ്റെയും എല്ലാം വർക്ക് വരുമ്പോൾ ഇതിൽ ഏതാണ് യഥാർത്ഥ കല്ല്, ഏതാണ് ഫേക്ക് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. ചിലപ്പോൾ കൈ ഇടിക്കുന്ന സമയത്തൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാവില്ല ഇതൊക്കെ റിയലാണോ ഫേക്ക് ആണോ എന്നുള്ളത്. അങ്ങനെ കിട്ടിയിട്ടുള്ള കുറച്ച് തിരിച്ചു പണിയും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ചെറിയ സ്ഥലത്ത് എത്രത്തോളം അതിനെ മാക്സിമം ചെയ്യാൻ പറ്റും എന്നുള്ളത് മാസ്റ്ററിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഫൈറ്റിന് തന്നെ വേറൊരു ആർട്ട് ഉണ്ടായിരുന്നു, ഒരു നാടൻ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സ്വഭാവത്തിനനുസരിച്ചുള്ളൊരു ഫൈറ്റ്. അപ്പോൾ അതും കൂടി വന്ന് മാക്സിമം അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രത്തോളം വന്നു എന്നുള്ളത് പ്രേക്ഷകർ തന്നെയാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള റെസ്പോൺസിന് അത് കിട്ടുക. ഒരുപാട് പേര് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മെസ്സേജായിട്ടും. ഇന്നലെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് അടികൊള്ളാം, അങ്ങനെയൊക്കെ പറയാം, അടികൊള്ളാന്ന് പറഞ്ഞു. അതിന് ബാക്കി ഇനി കുറച്ച് സമയം കൂടി ഇരുന്ന് കുറേ ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഇതിന്റെ കറക്റ്റ് റിവ്യൂ ഒക്കെ ഇങ്ങനെ വരണമെങ്കിൽ ടൈം. ചാന്ദിനിയുടെ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് ചാന്ദിനി ആയിരുന്നു ചെയ്തതെന്ന് ആൾക്കാർക്ക് കണക്റ്റ് ആവാത്ത വിധം രൂപത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ വളരെ ഒരു ഇൻഡി സ്റ്റൈൽ അതിൽ ഫീല് തരുന്നുണ്ട്. ഒരു നമ്മളെല്ലാവരും അടുത്ത് കണ്ടിട്ടുള്ള കഥകളിൽ കേട്ടിട്ടുള്ള അത്തരം ഒരു ആളായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടിയുണ്ട് അവിടെ. അത് ഈ കഥാപാത്രത്തിന് ഒരു റെഫറൻസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കണം കഥ എന്നുള്ള നരേറ്റീവിലൂടെ മാത്രം ഇമാജിൻ ചെയ്ത് ഒരുക്കിയതാണോ? എങ്ങനെയാണ് മെറിൻഡയിലേക്ക് എത്തുന്നത്? You're so sweet. Thank you. ഇത് ഐ തിങ്ക് വിഷ്വലി കാണിച്ചത് ഫുള്ളും ഷൈജുക്കിൻ്റെ ഒരു ഹിസ് മാജിക് ആണ്. ലുക്ക് വൈസ് ശ്രീരാജ് ഡയറക്ടറിന് തന്നെയാണ് ആ ഒരു ലുക്കിന് റെഫറൻസ് ഒന്നും തന്നിരുന്നില്ല. ഇവര് ലൈക്ക് ടീം, ഞാൻ പ്രോജക്റ്റിൽ വരുന്നതിന് മുന്നേ അവർ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിരുന്നു, ഒരു ക്യാരക്ടർ സ്കെച്ച് പോലെ. പക്ഷേ ബാക്ക് ഷോട്ടാണ്, ലൈക്ക് മുടി ആൻഡ് ഡ്രസ്സിങ് മാത്രമാണ് ഇത്. ഞാനത് കണ്ടിരുന്നില്ല, ഞാൻ പിന്നീടാണ് അത് കണ്ടത്, ലൈക്ക് സിനിമയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം അവർക്ക് വേണ്ട ഒരു ലുക്ക് അവർക്ക് കിട്ടി. അങ്ങനെ തന്നെയാണ് ശ്രീരാജിനോട് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഈ അപ്പം ഉണ്ടായിരുന്നതിൻ്റെ ലൈക്ക് ഫീച്ചേഴ്സ് ആണെങ്കിലും ഈ ക്യാരക്ടറിന് എനിക്ക് അതായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പം ആ ടൈമിങ്ങിൽ ഇറ്റ് വർക്ക്ഡ് ഔട്ട്. ഒരു റെഫറൻസ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഈ ക്യാരക്ടറിന് ഒരു ഫീമെയിലിന് ഒരു ഇമ്പോർട്ടൻസ് സിനിമയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് റെയർ. സോ ആൾ അങ്ങനത്തെ ഒരു സ്ട്രോങ് ക്യാരക്ടറിനെ എഴുതി തന്നെ എനിക്ക് ഭയങ്കര ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവ് തന്നെ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പോൾ അതിൽ റെഫറൻസ് ആയിട്ടില്ല, ആൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് ആൾ ഭയങ്കര ക്ലിയർ ആണ്. അപ്പോൾ അത് കിട്ടുന്നവരെ നമ്മുടെ അടുത്ത് ഭയങ്കര ക്ലിയർ ആയിട്ട് പറയും. അതെനിക്ക് മനസ്സിലാവുന്നതിന് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തിരുന്നു അഭിനയത്തിലും. കിട്ടുന്നവരെ അതിങ്ങനെ എടുത്ത് വാങ്ങിക്കും. ഡബ്ബിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നെ ഡബ് ചെയ്യാൻ സമ്മതിച്ചു. അത് ആൾക്കാർക്ക് ലൈക്ക് യു സെഡ് ഞാനാണ് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവാത്ത പോലെ ഞാൻ തന്നെയാണ് എനിക്ക് വോയിസ് കൊടുത്തതെന്നും കുറെ എന്നെ അറിയുന്ന ആൾക്കാർ പോലും വിളിച്ചിട്ട് നല്ല ഫീഡ്ബാക്ക് തരുമ്പം നന്നായി ലൈക്ക് ആരാ ഡബ് ചെയ്തേ, ലൈക്ക് ആരാന്ന് ചോദിക്കാം, ലൈക്ക് ഞാനാ. ഒരു സൈലൻസ് ഉണ്ട്, ഒരു പോസ് ആണ് അത് അവർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അപ്പം അത് വർക്ക് ചെയ്തു എന്നാണല്ലോ പറയുന്നത്. സോ
അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാക്കിയായിട്ട് മലയാള സിനിമയിൽ ഒരു സമയത്ത് സ്ത്രീകൾ എന്തുകൊണ്ട് വരുന്നില്ല, പ്രത്യേകിച്ചും ത്രില്ലർ സിനിമകളിലൊക്കെ പുരുഷന്മാർ മാത്രമാണല്ലോ ഉള്ളത് എന്നുള്ളതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് കാലമായിട്ട് മലയാള സിനിമ. അപ്പം സൂക്ഷ്മദർശിനിയിൽ തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രേഖാചിത്രം വന്നപ്പോഴും ഐഡന്റിറ്റി വന്നപ്പോഴും ഒക്കെ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പ്രാവിൻകൂട് ഷാപ്പിലേക്ക് വരുമ്പോൾ കല്യാണിച്ചിയും മെറിൻ്റെയും കൂടെ ഉള്ള ഒരു കെമിസ്ട്രി കൂടെ അവിടെ വർക്കാവുന്നുണ്ട്. ആ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് ആ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, സ്ത്രീകളുടെ ഒരു കഥാപാത്രത്തിനെ രജിസ്റ്റർ ആവുന്നു, അതിനെ വർക്ക് ചെയ്തെടുക്കുന്നു. അത് എങ്ങനെയാ ഫീൽ ചെയ്തത് പ്രാവിൻകൂട് ഷാപ്പിന്റെ പെർസ്പെക്റ്റീവില്? എനിക്ക് ഈ സിനിമയിൽ നോർമലി സിനിമയിൽ ഒരു ഹീറോ ഉണ്ടാവും, യൂഷ്വലി ഹീറോ സെൻട്രിക് ആണ്, പിന്നെ ഒരു ഹീറോ ഉണ്ടാവും, ഹീറോയിൻ ഉണ്ടാവും, കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ എനിക്ക് ഈ സിനിമയിൽ ലൈക്ക് ക്യാരക്ടർ ഓറിയൻറ്റഡ് ആണ്. ലൈക്ക് ഓരോ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് ഇപ്പം ആ ഷാപ്പിലുള്ള ഓരോരുത്തരുടെയും ഐ തിങ്ക് ആൾക്കാർക്ക് അത് ഭയങ്കര രജിസ്റ്റർ ചെയ്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇപ്പം ഈ കല്യാണിച്ചി ആ ക്യാരക്ടറിൻ്റെ കോമൺ എന്ന് പറയുമ്പം അവരും നേരിട്ട് കാണാൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പ്രസ് മീറ്റിലാണ് ഇപ്പോൾ കണ്ടിരുന്നത്. അപ്പം ഇവരൊക്കെ ഞാൻ കാണുന്ന ഓൾറെഡി ആ ഒരു രൂപത്തിലാണ്. അപ്പം ഞാനും ആ രൂപത്തിൽ കാണുമ്പോൾ നമ്മൾ പെരുമാറ്റമൊക്കെ ഓൾറെഡി ആ ക്യാരക്ടറിൻ്റെ രീതിയിലായിരിക്കുമല്ലോ. സോ അത് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് റിയലി നൈസ്. അവിടെ കള്ള് ഷോപ്പിൽ ഷീ വാസ് ദേ, അവർക്കൊരു മോളുടെ ക്യാരക്ടർ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഫീമെയിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഉണ്ടായിരുന്ന സീക്വൻസസിലായിരുന്നു. ഇവരൊക്കെ ഭയങ്കര ഒത്തന്റിക് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം പിന്നെ അവര് കാണാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ അത് അവരതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് ചെയ്യുമ്പം ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇറ്റ് വാസ് നൈസ്. അവർ പോർഷൻസ് കുറവായിരുന്നു, പക്ഷെ അങ്ങനത്തെ ഒരു ഫീമെയിൽ എൻവയൺമെന്റ് ഉള്ളത് ഇറ്റ്സ് ഓൾവേസ് നൈസ്. മ്യൂസിക് സിനിമയിൽ ഉണ്ടാവാറില്ല. പക്ഷെ ഈ മെയിൽ നമ്മളെ കോ ആക്ടേഴ്സും അത്രയും നല്ലതായതുകൊണ്ട് അതും അവരിങ്ങനെ ഓക്കെ. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമില്ല. ഞാൻ പറയൂ കേട്ടോ. മുന്നേ രോമാഞ്ചം ഇറങ്ങിയതിനു ശേഷം ജിത്തു മാധവനായിട്ടുള്ള ഒരു ഇന്റർവ്യൂല് അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ആ സെറ്റിലേക്ക് ആളുകൾ വന്നതും അവിടെ എല്ലാവരും കൂടെ ഒരു സെറ്റായി വരുന്നത്, ആദ്യം സൗബിക്കാനെ ഭയങ്കര ബഹുമാനത്തോടെ മാറി നിന്നിട്ട് എല്ലാവരും പെരുമാറി. ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒരു കൂട്ടായി അവിടെ നിലത്ത് കിടക്കുന്നു, കാലുമേൽ മടിയിൽ കിടക്കുന്നു, അങ്ങനെ ഒരു സെറ്റ് ഫോമായി. അതാണ് ആ സിനിമേനെ വർക്കൗട്ടാക്കി എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കള്ള് ഷാപ്പിലേക്ക് വരുമ്പോഴാണെങ്കിലും സിനിമയിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറച്ച് പേര്, അവർ നാടകത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ പോലും സിനിമയിൽ നമ്മളങ്ങനെ കാണുന്നില്ല. അങ്ങനെ ഒരു കൂട്ടം വരുന്നു, അവരുമായിട്ട് ഉള്ള ഒരു കൂട്ടായ്മ വർക്കാവുന്നു. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴും അവിടെയും ഒരു കൂട്ടം വർക്കാവുന്നു. ഈ കൂട്ടങ്ങൾ എപ്പോഴും സൗബിക്കയുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അന്നയും റസൂലിൽ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പം ഇത് എത്രത്തോളം ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ആ സിനിമേനെ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു എന്താ പറയുക, പ്രാവുൻകൂട് ഷാപ്പിലാണെങ്കിൽ തന്നെ ഭയങ്കര രസമുള്ള ആക്ടേഴ്സാണ്. ബാക്കി ആ ഷാപ്പിൻ്റെ അകത്ത് ചെയ്യുന്ന എല്ലാ നമ്മുടെ തുപ്പേട്ടനാണെങ്കിലും അപ്പം അവരെല്ലാവരും നമ്മളെക്കാട്ടി കൂടുതൽ ഫലിതങ്ങൾ പറയുന്നതും. കാര്യം ഏറ്റവും ഫസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് മാറിയിരിക്കാനല്ല, ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ പോകാനല്ല ഇഷ്ടം. അവരുടെ പോയിട്ട് ഇരിക്കാം, അവർ പറയുന്ന പല കോമഡികളും പിന്നെ അവരത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവരവിടെ ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ നമ്മളൊരു ഇപ്പോൾ ജെല്ലാവെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, ആരെവിടെ നോക്കണം, എന്ത് സംസാരിക്കണം. നേരത്തെ തന്നെ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും നമ്മൾ. കാരണം ഫിലിം ഷൂട്ട് ചെയ്യുന്ന ആ സീനിൽ അന്നായിരിക്കും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഈ കള്ള് ഷാപ്പിൽ ഇങ്ങനെ എല്ലാ ദിവസവും കൂടാറുണ്ട് എന്നൊക്കെ. കാരണം അങ്ങനത്തെ ഒരു പരിചയം നേരത്തെ തന്നെ വേണമല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ ചെന്നിരുന്ന് അവരുടെ കൂടെ ചിരിച്ചും കളിച്ചൊക്കെ നിന്നാൽ അതിനനുസരിച്ചുള്ളൊരു എന്താ പറയുക, നമ്മൾ അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങോട്ടും റിയാക്ഷൻ കിട്ടണമല്ലോ. അതും മിക്ക പടങ്ങളിലും ഇപ്പോൾ രോമാഞ്ചം പറഞ്ഞ പോലെ തന്നെ രോമാഞ്ചം ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് തന്നെ ക്യാരവൻ സെറ്റപ്പ് അങ്ങനെ ഒന്നും ഇല്ല. കാരണം ഭയങ്കര ചെറിയൊരു പരിപാടിയിൽ ഷൂട്ട് ചെയ്തൊരു പടമാണ്. അപ്പോൾ ഒരു റൂമിൽ മാത്രം ഉണ്ട് മേക്കപ്പ് ചെയ്യാനും ഇതും. പിന്നെ ആ ചെല്ലുമ്പോൾ അവരപ്പുറത്തെ റൂമിലും വന്നിരുന്നാൽ തന്നെ ഞാൻ വന്നിരിക്കുമ്പോഴത്തേനും അവരിങ്ങനെ പയ്യെ എഴുന്നേക്കലും ഭയങ്കര ഒരു ബഹുമാനം. അപ്പോൾ എനിക്ക് തമാശ പറയാൻ നേരത്താണ് ഇപ്പോൾ അങ്ങനെ വന്നോളൂ. ഞാൻ പറഞ്ഞു നമുക്കൊരു ദിവസം ഒന്ന് ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് എനിക്കൊന്ന് ഇവരായിട്ടൊന്ന് കറങ്ങാൻ പോകണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്പേസിലോട്ട് പോകാം, നമുക്ക് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നൊരു ദിവസം ബ്രേക്ക് ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാം, ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് മൊത്തം നമുക്കൊരു ചെറിയ അങ്ങനെ എല്ലാവരും പരിചയപ്പെടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബ്രേക്ക് പോയി. ഒരു ദിവസം മൊത്തം ഞങ്ങൾ ചിരിച്ചും കളിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസും കളിച്ചു വന്ന് പിറ്റേ ദിവസം വന്നപ്പോൾ പടത്തിൽ ചെയ്യാൻ പറ്റും.
അങ്ങനെ 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 കിട്ടിക്കഴിഞ്ഞാൽ സിനിമയിൽ അങ്ങോട്ട് കൊടുത്തതിന്റെ മനസ്സിലായി. ഇനി ഇത് മതി. അങ്ങനെ കാരണം അപ്പൊ കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ എളുപ്പവും ചെയ്ത് നമുക്ക് സംസാരിക്കാനും സീനുകൾ കറക്റ്റായിട്ട് വർക്കാവുകയും ചെയ്യും റിയാക്ഷൻസ്. അതേപോലെ തന്നെ കളിച്ചപ്പോൾ ഇതിലാണെങ്കിലും എല്ലാവരും ഇപ്പോൾ പിന്നെ ഈ ഇതിൽ ആക്ടേഴ്സ് മാത്രമല്ല, ഇപ്പോൾ ഷൈജു ആണെങ്കിലും ഡയറക്ടർ ശ്രീരാജ് ആണെങ്കിലും അവിടെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. നമ്മൾ ആ ഒരു സെപ്പറേറ്റ് സീനിൽ ഉള്ള ആൾക്കാർ മാത്രം ജെല്ലായാൽ മാത്രം പോരാ, എല്ലാവരും ഒന്ന് ജെല്ലായാലേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അത് മിക്ക പടത്തിലും ഭാഗ്യത്തിന് വരാറുണ്ട്. ഇതിലും പിന്നെ പല പല തരത്തിലുള്ള ഏജിലുള്ള അവരാണല്ലോ. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ഇങ്ങനെ കുട്ടിക്കളി പോലത്തെ ഇതല്ലല്ലോ അവരെടുത്ത്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പ്രാങ്കുൾ ഷാപ്പിൽ. അവരാണ് ഏറ്റവും വലിയ കുട്ടികളിയും കാര്യങ്ങളും വന്ന് ക്ലിയാക്കുക. ഭയങ്കര രസമായിരുന്നു അവിടെ. കാരണം ഫുൾ നൈറ്റ് ഷൂട്ടും ആയിരുന്നല്ലോ ഞങ്ങൾ കള്ള് ഷാപ്പ്. ആ പറയുന്ന സീക്വൻസും 10-30 ദിവസം ഫുൾ നൈറ്റായിരുന്നു. അപ്പം അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു, ഒരുമിച്ചായിരുന്നു എല്ലാവരും ഇരുന്നിരുന്ന ഭക്ഷണം കഴിക്കുന്നതെല്ലാം. പിന്നെ ആ സീക്വൻസ് അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് ചെല്ലായി. ഈ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഒരു ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഒരു ഏകാന്തത ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് അത്രയും നേരം ഒന്നിച്ചുള്ള ആളുകളിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ടുള്ള ഒരു ലൈഫ് ആകുന്നുണ്ട്. പക്ഷെ സൗബിൻകയുടെ ഇപ്പം അസിസ്റ്റ് ചെയ്യുന്ന സമയം മുതലേ ഉള്ള ഒരു ടീം ഇപ്പോഴും സിനിമയിലുണ്ട്. ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് പോകുമ്പോഴും അവിടെ ആളുകളെ കാണുന്നുണ്ട്. അപ്പം ഈ കുടുംബം എപ്പോഴും ഫോളോ ചെയ്ത് വരുന്നു എന്നുള്ള ഫീൽ വന്നിട്ടുണ്ടോ? സ്ഥിരം ടീം തന്നെയല്ല, പുതിയ ഇപ്പോൾ വർക്ക് ചെയ്തപ്പോൾ തമിഴ് പ്രവർത്തിക്കുമ്പോൾ പരിചയമുള്ള ആകെ ഗിരീഷ് ഗംഗാധർ മാത്രമുള്ള ക്യാമറമാൻ. അതും പുതിയൊരു എന്താ പറയുക ഒരു പുതിയൊരു അറിവാണ്. അവിടെ എങ്ങനെയാണ് മേക്കുന്നത്, അവിടെ നമുക്ക് എങ്ങനെ അവരുടെ കൂടെ വർക്കാവാൻ പറ്റും എന്നുള്ളതും കൂടി ഉണ്ട്. എവിടെ പോയാലും നമ്മൾ അതിൻ്റെ ഇടയിലോട്ട് കയറിച്ചില്ല എന്ന് പറയുന്നത്. എവിടെ കൊണ്ടുപോയിട്ടാലും നമ്മളിവിടെ പോകണം. ബേസ്ലെറ്റിൻ്റെ അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ സൂക്ഷ്മദർശിനിയിൽ നമ്മളന്ന് സംസാരിച്ചപ്പോഴും ആ സെറ്റിലുള്ള ആളുകളുമായിട്ടുള്ള ഒരു വൈബാണ് അതിൽ എനർജറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാവിൻകൂട് ഷാപ്പിൻ്റെ സെറ്റിലേക്ക് വരുമ്പം ക്യാരക്ടർ ഓൾറെഡി വളരെ എക്സെൻട്രിക് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ കൂടെ ഈ തരുന്നൊരു എനർജി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഈ സൂക്ഷ്മദർശിനി പോലത്തെ ഒരു വൈബല്ല ആക്ച്വലി പ്രാങ്കൂട്ട് ഷാപ്പിലേക്ക് വരുമ്പോൾ. ഓരോ സെറ്റിനും ഓരോ സ്വഭാവങ്ങളുണ്ട് ആക്ച്വലി, ഓരോ സിനിമയ്ക്കും. പ്രാങ്കൂട്ട് ഷാപ്പിൽ കോമ്പിനേഷൻസ് ഇപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ വളരെ കുറവാണ്. എനിക്ക് പോലീസുകാരുമായിട്ടുള്ള കോമ്പിനേഷനാണ്, ഇയാൾ ഒറ്റയ്ക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഇൻട്രോഗേഷൻ മാത്രമേ ഉള്ളൂ. സൗഭികമായിട്ടും 2-3 ദിവസം, ചെമ്പൻ ചേട്ടനായിട്ട് 2-3 ദിവസം, നമ്മൾ തമ്മിൽ ഒരു ദിവസത്തെ കോമ്പിനേഷൻ, അങ്ങനെയൊക്കെ ഉള്ളൂ. അത് ഞാൻ കാണുന്നില്ല. അന്നേരം കാണുന്നില്ല, ഇങ്ങനെ ചത്ത് കിടക്കുക. ഡെഡ് ബോഡി ആയിട്ട് ഇപ്പം എന്ത് വൈബ് ചെയ്യാനാ. അപ്പോൾ അത് കാരണം അങ്ങനത്തെ സ്പേസ് അല്ല. അപ്പോൾ ഓരോ ദിവസം ഓരോ ആൾക്കാരൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഒരു കുറേ ദിവസം ഒരുമിച്ച് ഒരേ ആൾക്കാരുടെ കൂടെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മെല്ലെ മെല്ലെ അതിലേക്ക്. അപ്പോൾ പ്രാങ്കൂട്ട് ഷാപ്പിൽ അങ്ങനത്തെ, പക്ഷെ കൂടെയുള്ള പോലീസുകാരായിട്ടൊക്കെ രസമായിരുന്നു. അവരൊക്കെ നാടകക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ പഴയ നാടക കഥകൾ, ഈ നൈറ്റ് ഷൂട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ പഴയ കഥകൾ, അവരവിടെ സ്റ്റേജ് ഷോയ്ക്ക് പോയി മറ്റേ നാടകം കളിക്കാൻ പോയ കഥകളും ട്രാവല്, ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ കേട്ടോണ്ടൊക്കെ ഇരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ക്യാമറ ഷൈജുക്കയുണ്ട്, ഷൈജുക്കയും ശ്രീരാജൊക്കെ ആയിട്ട് അവരൊക്കെ ആയിട്ട് ഒരു റാപ്പോ ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാ സെറ്റിലും അങ്ങനെ പല ക്യാരക്ടേഴ്സാണ് ഓരോ സെറ്റിനും. അപ്പോൾ ഇതൊരു വേറൊരു ക്യാരക്ടറുള്ളൊരു സെറ്റായിരുന്നു. കുറച്ചുകൂടെ അതിൻ്റെ ഒരു പ്രോസസ്സായിരുന്നു ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റേതൊക്കെ കുറേ കൂടെ അവിടെ തമാശയൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. ഇതിൽ ആ ഒരു ലൈറ്റപ്പും ഒരു ടെക്നിക്കൽ സിനിമാറ്റോഗ്രാഫിയും ശ്രീരാജിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങും പുള്ളിയുടെ ഒരു ക്വിർക്കിനെസ്സും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്ത് എക്സൈറ്റിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇത് തൂമ്പ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം എനിക്ക് തോന്നുന്നു ഒരു വലിയ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത് ബേസിലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലെ ഒരു ഭാഗത്തിലൂടെയാണ്. അത് ശരിക്കും ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. ഈ അതിൽ കൂടെ തന്നെ ആ സംവിധായകൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് കൺവേ ആവുന്നുണ്ട്. അത് സിനിമാ സെറ്റിലേക്ക് വരുമ്പോൾ അതിൽ മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടോ ഒരു വലിയ സ്കെയിലിലേക്ക് വരുന്ന സമയത്ത്? ഇല്ല, ആളുടെ കോൺഫിഡൻസും കൺവിക്ഷനൊക്കെ പ്രോപ്പറായിരുന്നു. ഒരു പോയിന്റിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഒന്നും ശ്രീരാജ് ഉള്ളിലുണ്ടെങ്കിലും പുറത്ത് കാണിച്ചിട്ടില്ല. ഉള്ളിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പുറത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു തരത്തിലുള്ള കൺഫ്യൂഷനുള്ള ആളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഡേ മുതൽ ഈ പറയുന്ന ഫീഡ്ബാക്സ് വരുന്ന കാര്യത്തിലാണെങ്കിലും ക്യാരക്ടർ ചെയ്യുമ്പോഴൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുക, ടെംപ്ലേറ്റിൻ്റെ പുറത്ത് എന്തെങ്കിലും ചെയ്യുക, ആക്ടേഴ്സിന് നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാം. ഇപ്പോൾ പുതിയ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആക്ടേഴ്സിനാണെങ്കിലും ശരി. ഇപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്, സൗബിക അഭിനയിക്കുന്നവരാണ്, ചാന്ദിനി, ശിവജിത്ത്, എല്ലാവരും അവരിൽ നിന്നും പുതിയതായിട്ട് എന്താണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശ്രീരാജിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ അത്
ഭയങ്കരമായിട്ട് എന്നെ ആസ് ആൻ ആക്ടർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്, ഒരു ഡയറക്ടർ ഫീഡ്ബാക്ക് തരുന്നതനുസരിച്ചിട്ട് നമുക്ക് ആസ് ആൻ ആക്ടർ എത്രമാത്രം ഇമ്പ്രൂവൈസ് ചെയ്യാൻ ബെറ്റർ ആവാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു സിനിമയാണ്. ഇതിന് മുമ്പുള്ള ലീഡ് റോളിൽ അഭിനയിച്ച സിനിമകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു സിനിമ പ്രാവൻകൂർ ഷാപ്പാണ് ഏറ്റവും അധികം. അത് ശ്രീരാജിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ശ്രീരാജ് അങ്ങനെ ഫീഡ്ബാക്ക് തന്നുകൊണ്ടേയിരിക്കും. ഒരു ടെംപ്ലേറ്റ് ഇല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് പോലീസ് ഓഫീസറായിട്ട് മാത്രം പോകേണ്ട ഒരു ക്യാരക്ടറിനെ ഈ ഫീഡ്ബാക്സ് ആണ് ആക്ച്വലി അതിൻ്റെ അകത്ത് നിന്ന് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കോൺഫിഡൻസ് തന്നെയാണ്. കാരണം ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു പ്രൊഡ്യൂസർ ഇരിക്കുന്നു, ഇത്രയും വലിയൊരു സിനിമാറ്റോഗ്രാഫർ ഇരിക്കുന്നു, ഇത്രയും സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഇരിക്കുന്നു, എല്ലാവരും ഈ പറയുന്ന ഭയങ്കര നമുക്ക് വലിയ പ്രൊഫൈലുകളാണ്. അത്രയും ഇരിക്കുന്ന സമയത്ത് പുള്ളി ഭയങ്കര അണ്ടർഡോഗായിട്ട് മാറാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അവരെ അങ്ങ് കൊണ്ടുപോയിക്കോളും, ഞാൻ ഇതെങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളാം എന്ന് തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് അയാൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അത് ശ്രീരാജ് ഭയങ്കര നീറ്റായിട്ട് എല്ലാവരും കറക്റ്റായിട്ട് കൊണ്ടുപോകാനും അത് ഇവൻച്വലി അത് പുൾ ഓഫ് ചെയ്യാനും ശ്രീരാജിന് സാധിച്ചിട്ടുണ്ട്. ആസ് എ ഡയറക്ടർ അതിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഫ്രം ശ്രീരാജ്? അല്ല, ഈ ഫീഡ്ബാക്സ് തരിക എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ആക്ടേഴ്സിന് ഇത്രയും ഫീഡ്ബാക്സ് കൊടുക്കാറില്ല. അവർക്ക് നമ്മളൊരു റൈറ്റിംഗ് ഉണ്ടാവും, ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടാവും. ആ സീനിന് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പോയിന്റ് എത്തി ഞാൻ ഷോട്ട് ഓക്കെ പറയും. പക്ഷെ ശ്രീരാജ് അങ്ങനല്ല, വെറുതെ കുഴപ്പമില്ല എന്നുള്ള പോയിന്റ് ഒന്നും പോരാ ശ്രീരാജിന് വേറെ നമ്മൾ വിചാരിക്കുന്ന ഓക്കെ ഷോട്ടൊന്നും അല്ല ശ്രീരാജിൻ്റെ ഓക്കെ ഷോട്ട്. അതാണ് വ്യത്യാസം. ഞാൻ ഒരു മൂന്നാമത്തെ ടേക്കൊക്കെ ആകുമ്പോൾ എനിക്കിത് ഓക്കെയാണ്, ഞാൻ ചെയ്തേക്കണം ഓക്കെ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് മോണിറ്റർ കാണുമ്പോൾ. പക്ഷെ ശ്രീരാജ് അത് ഓക്കെ ആവുന്ന ഒരു 10ാമത്തെ ടേക്കിലേക്ക് ആയിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ മാറ്റി ഇതിങ്ങനല്ല, അത് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ഈ ഫീഡ്ബാക്സ് എനിക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സായിരുന്നു പുള്ളി തരുന്ന ഫീഡ്ബാക്കുകൾ. അതൊരു ആക്ടറിനെ എത്രമാത്രം ബെറ്റർ ആക്കും എന്നുള്ളത് ഭയങ്കര എവിഡൻ്റ്ലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. സിനിമ റിലീസാവുന്നതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റിവ്യൂസ് വരാറുണ്ട്. പല ആളുകളും അതിനെ ടെക്നിക്കലി അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലി അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതിനപ്പുറത്തേക്ക് തിയേറ്റർ റെസ്പോൺസുകൾ വരാറുണ്ട്. അതിൽ പ്രാവൻകൂർ ഷാപ്പിൻ്റെ തിയേറ്റർ റെസ്പോൺസിലെ ആളുകൾ ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുന്നു, ഇതിൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുന്നു, VFXനെ കുറിച്ച് പറയുന്നു. അത്രയും ഒരു സിനിമാറ്റിക് ലിറ്ററസി നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ ഫീഡ്ബാക്കുകളിൽ നിന്ന്. ഇതും ഞാനങ്ങനെ ഒരാളോട് ചോദിക്കുന്നില്ല, എല്ലാവരും അതിന് ഇപ്പൊ വരുന്ന മിക്ക ഫിലിമിലാണ് ഇപ്പൊ 2024 തൊട്ട് തന്നെ എല്ലാ സിനിമ തൊട്ടും ഇപ്പൊ കാണുന്ന എല്ലാവരും ആ മ്യൂസിക്കിനാണെങ്കിലും എഡിറ്റിനാണെങ്കിലും പിന്നെ ഈ പറയുന്ന ഗ്രാഫിക്സിനാണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് അവർ നോക്കിയിട്ട് അതും കൂടി പറയാറുണ്ട്. ഇപ്പൊ കുറച്ച് അങ്ങനെയുള്ള റിവ്യൂ കൂടി കൂടുതൽ വരുന്നുണ്ട്. നല്ലതാണ്. കാരണം അതും തിരിച്ചറിയുന്നുണ്ട്, അതും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോഴും അതും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളും കുറച്ചും കൂടി അടുത്ത് ചെയ്യുമ്പോഴും എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങുമല്ലോ. കാരണം ആക്ടിങ് മാത്രമല്ല, ഒരു ഫിലിം ആവണമെന്നുണ്ടെങ്കിൽ ഇതും എല്ലാം കൂടി എല്ലാത്തിനും നല്ല അഭിപ്രായം കേൾക്കാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഭാഗ്യമല്ലേ. അപ്പം അത് നല്ലൊരു പ്രോസസ്സാണ്. അത് എല്ലാവരും എക്സ്പോസ്ഡ് ആണല്ലോ. ഈ പറയുന്ന ക്രിട്ടിക്സ് ആണെങ്കിലും കാണുന്ന പ്രേക്ഷകരാണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാവർക്കും കണ്ടന്റ് ഇതിനൊക്കെ ഉള്ള അറിയാനും മനസ്സിലാക്കാനുള്ള എക്സ്പോഷർ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പും സിനിമ ഇറങ്ങിയതിന് ശേഷവും അതിൻ്റെ പിന്നിലെ ടെക്നീഷ്യൻസും ആക്ടേഴ്സൊക്കെ വന്നിരുന്ന് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസിനൊക്കെ പല എക്സ്പോഷറാണ് ഓഡിയൻസിന് കിട്ടുന്നത്. പണ്ടിപ്പോൾ ഒരു 90s 2000s ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഡയറക്ടർ എങ്ങനെയാണ് ചിന്തിച്ചതെന്നോ, അയാൾ എങ്ങനെയാണ് അത് വിഷൻ ചെയ്തതെന്നോ, അതിലെ ആക്ടേഴ്സ് അതിനെ എങ്ങനെയാണ് സമീപിച്ചതെന്നോ, അല്ലെങ്കിൽ ജോണർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. വല്ല മാസികകളിലൊക്കെ കാണുന്നു, അല്ലാതെ നമുക്ക് അതിനുള്ള എക്സ്പോഷർ കുറവായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പം എല്ലാ സിനിമയെ കുറിച്ചും അതിൻ്റെ ആ സിനിമ ഇറങ്ങി അടുത്ത ദിവസം ഒരു വമ്പൻ ഹിറ്റ് ആണെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ ഇൻ്റർവ്യൂസ് വരുന്നു, അവരതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അപ്പോൾ ഇത് സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ക്രിട്ടിക്സ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാം ഇത് കാണുന്നുണ്ട്, ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലിറ്ററസി കൂടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ സിനിമയെ കുറിച്ചുള്ള. അപ്പോൾ അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. ഇത് മാത്രമല്ലാതെ ഇവർ പുറത്തുള്ള സിനിമകളും എല്ലാ സിനിമകളും കാണുന്നു, വായിക്കുന്നു. അപ്പോൾ അത് ഇനി അങ്ങോട്ട് അത് കൂടിക്കൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. അതെല്ലാവരും അപ്പോൾ നമ്മളൊക്കെ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളൊക്കെ ഇതിനനുസരിച്ച് അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലോങ്ങിറ്റിവിറ്റിക്ക് നമ്മളെയും അത് ഇമ്പ്രൂവ് ചെയ്യാൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോത്സാഹനവും കൂടിയാണ്. ഇപ്പോൾ സൗബിക പറഞ്ഞ പോലെ അവരെല്ലാവരും ഇതെല്ലാം അറിയുന്നു എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അത് തീർച്ചയായിട്ടും നമുക്കും അത് ഭയങ്കര ചലഞ്ചാണ്. ഈ കഥാപാത്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കൊമ്പൻ ബാബു എന്ന് പറയുന്ന കഥാപാത്രം തരുന്നൊരു കിക്ക് ഉണ്ട് ആളുകൾക്ക്. ലൈക്ക് ഈ പറയുന്ന ഫൈറ്റിലൂടെ ആണെങ്കിലും അയാളുടെ നോട്ടത്തിലൂടെ ആണെങ്കിലും
അയാള് പ്രത്യേകിച്ചൊരു ഭാവം ഇല്ലാതെ ക്ഷീണിച്ച് അവശനായിട്ട് ഇരിക്കുമ്പോഴാണേലും അത് ആളുകൾക്ക് ഓരോ തരം ഇമോഷൻസിനെ പല സ്റ്റേജുകളിലായിട്ട് പല ഇമോഷൻസിനെ കൊടുക്കുന്നുണ്ട്. അപ്പം കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി കിക്ക് തരുന്ന ഒരു കാര്യം അതാണ് ആളുടെ ചേഞ്ചസ്. അത് കഥാപാത്രം കേട്ട സമയത്തും അല്ലെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ കൊമ്പൻ ബാബു തന്നിട്ടുള്ള ഒരു കിക്ക് എന്താണ്? ആദ്യം എനിക്ക് സ്ക്രിപ്റ്റാണ് തന്നെ. ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആ ക്യാരക്ടറിനൊരു രൂപം ഉണ്ടാവും. അതിനുശേഷം ഇപ്പോൾ ശ്രീരാജുമായിട്ടും അമ്പൂക്കൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് സംസാരിച്ചിട്ട് ശ്രീരാജിന് വേണ്ട ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചുള്ളൊരു സംഭവം ഉണ്ടാവും. അത് ഡയറക്ടറുമായിട്ടുള്ള ഒരു സംസാരത്തിലും നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഷൂട്ട് തുടങ്ങുന്ന മുൻപേ വരെയുള്ള ഇതിൻ്റെ കുറേ ദിവസം ഇതിനെ തന്നെ ഫോക്കസ് ചെയ്ത് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അയാളുടെ ഒരു ബേസിക് ക്യാരക്ടർ കിട്ടുമല്ലോ. അപ്പം ഞാൻ സാധാരണ എനിക്ക് ഇഷ്ടമുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിന് മുന്നേ അയാളുടെ ലൈഫ് എങ്ങനെയായിരിക്കും, നമ്മളെ സിനിമയെ കാണിക്കുന്ന ഒരു ഏജ് ഉണ്ടാവും. ആ ഏജിന് മുന്നേ ഒക്കെ പുള്ളി എങ്ങനെയായിരിക്കും, പുള്ളി എങ്ങനെ ആയത് ഒക്കെ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ഞാനിങ്ങനെ എടുത്ത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ ആ ക്യാരക്ടറിലോട്ട് എത്തുമ്പോഴേക്കും ഏകദേശം ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു മാനറിസത്തിലോട്ട് എത്തും എന്നുള്ളതാണ്. അങ്ങനെയാണ് ശ്രമിക്കാറ്. അപ്പം അങ്ങനെയുള്ളവർ ഇപ്പം നമ്മൾ ഇപ്പം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചേർത്തലയിലൊരു മീശക്കാരൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലമുണ്ട്, പോയിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ കിട്ടുന്നത് അവിടെ. പണ്ട് കള്ള് ഷാപ്പായിരുന്നു. അപ്പോൾ ആ വലിയ മീശയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി പണ്ട് കള്ള് ഷാപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം എൻ്റെ ആക്ടർ സുധീരേട്ടനുണ്ട്. അപ്പോൾ പുള്ളിയെ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് അവിടെ, ഇങ്ങനെ ഒരു ഭയങ്കര അടിപൊളി മാനേഴ്സൊക്കെ ഉള്ള ആളാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പോയിട്ടൊരു ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയപ്പോൾ പുള്ളി ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിച്ചു. അപ്പോൾ പുള്ളിയോട് ഇങ്ങനെ വെറുതെ ഒരു കോമഡിയൊക്കെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിലും പുള്ളി ആ കോമഡി കേട്ട് പുള്ളിയുടെ മനസ്സിലിട്ട് അത് ചിരിക്കണമെങ്കിൽ മാത്രം പുള്ളി ചിരിക്കും. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് വർക്കാവണം, അല്ലെങ്കിൽ അങ്ങനെ നോക്കുക. കുറേ സമയം ടൈം എടുത്തിട്ടൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. പിന്നെ ഫിഷിനെ കുറിച്ചൊക്കെ കാര്യം പറയുന്നതൊക്കെ ഭയങ്കര ഡെപ്ത്. അപ്പോൾ നമ്മൾ പേടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും കേൾക്കുന്നത്, ഇതിങ്ങനെ ഇന്ന് സംഭവം ഉണ്ടാക്കിയതാണ്. അപ്പോൾ പുള്ളി എഴുന്നേറ്റ് നിന്നിട്ട് മുണ്ടൊക്കെ കെട്ടുന്ന ഒരു ഇതുണ്ട്. പുള്ളി ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ മുണ്ട് കുറച്ച് ലൂസായിരുന്നു. അപ്പം നമ്മൾ കാണുമല്ലോ ഇങ്ങനെയുള്ളൂ. അപ്പോൾ പുള്ളിക്ക് അതൊരു ഇതല്ല, പുള്ളി സംസാരിച്ചുകൊണ്ട് ആ കറക്റ്റ് ടൈമിന് തന്നെ അത് പിടിച്ച് അങ്ങനെ. അപ്പോൾ അത് അങ്ങനത്തെയൊക്കെയുള്ള കുറേ പരിപാടികൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. പക്ഷെ ആ സെയിം സാധനം നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കില്ല. പക്ഷേ നമ്മൾ ഇതിലൂടെ പോയിട്ടില്ല. ചിലപ്പോൾ ഞാനിങ്ങനെ ഒരു കള്ള് ഷാപ്പ് നടത്തിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അറിയില്ല. പക്ഷേ ഇങ്ങനെ പോയ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ പരിപാടികളിൽ നിന്ന് എവിടെയെങ്കിലും ഒരു കണക്റ്റ് ആവും. അത് എൻ്റെ ഇതിലോട്ട് ആ സംഭവം ഒന്ന് ഇൻജെക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതിൽ കിട്ടിയ രക്ഷപ്പെട്ടു. കിട്ടിയിട്ടുണ്ട്. കൊമ്പൻ ബാബു കൾട്ടാണ്, ഒരു സംശയമില്ല. ഇതേപോലെ എല്ലാ ക്യാരക്ടേഴ്സിനും പല പല ഷെയ്ഡുകളുണ്ട്. അപ്പം ആദ്യം നമ്മൾ കാണുന്ന ആളുകളുടെ ഒരു സ്വഭാവമല്ല അവസാനത്തിലേക്ക് വരുമ്പോൾ ഇപ്പം ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ ഈ പറയുന്ന എല്ലാ സ്പെക്ട്രത്തിലൂടെ എല്ലാവരും കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് കഥാപാത്രത്തിനെ ആദ്യം തന്നെ അത്തരത്തിൽ നരേറ്റ് ചെയ്ത് തന്നതാണോ, അതോ ഓൺ ദ സ്പോട്ട് ഈ സന്ദർഭത്തിൽ ഇയാൾ ഇങ്ങനെ മാത്രം പെരുമാറുന്നുള്ളൂ അത്തരം രീതിയാണോ? അങ്ങനെ തന്നെ പറഞ്ഞത്. ശ്രീരാജ് ഇപ്പം കുറേ സംഭവങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ പറയും നമുക്ക് ഇപ്പം ഇത്ര ഹൈ ആവണ്ട, ഇങ്ങനെ വന്നാൽ മതി, നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിലും ഹൈ ആവണ്ട. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ ലെയർ ഉണ്ട്. ഇപ്പം ഇത്ര വേണ്ട, ഇപ്പം നമുക്ക് ഫൈനലാവുമ്പോൾ കുറച്ചും കൂടി അഗ്രസീവ് ആവും, കുറച്ചും കൂടി ഹെവി ആയിട്ട് പറയാം, നമുക്ക് ഇപ്പം ഇങ്ങനെ തുടങ്ങാം. ഓരോ പേജ്, ഓരോ ഡയലോഗിൻ്റെ ഓരോ പോർഷൻ ഇവിടെ നിന്ന് തൊട്ട് അങ്ങനെ ഓരോ കറക്റ്റായിട്ടൊരു ഓർഡർ ശ്രീരാജ് മനസ്സിലുണ്ടായിരുന്നു. അയാൾ ഇവിടെ എത്തുമ്പോഴത്തേനും പൂർണ്ണമായിട്ടും അതിലോട്ട് എത്തണം, അങ്ങനെ മതി, നേരത്തെ തന്നെ ആ ഷെയ്ഡ് കൊടുക്കണ്ടെന്നുള്ള അത് ശ്രീരാജിന് എല്ലാ ക്യാരക്ടേഴ്സിനും ആണെങ്കിലും ശ്രീരാജിനെ നന്നായിട്ട് എപ്പോൾ അത് ഇതാവണമെന്നുണ്ടായിരുന്നു. ഓക്കെ. മെറിൻഡയുടെ ക്യാരക്ടറിനും അത് ഭയങ്കര എവിഡൻ്റ് ആണ്. ഒരു പോയിന്റിൽ അവർ പെരുമാറുന്ന അവരുടെ മാനറിസംസ് ഒക്കെ വ്യത്യസ്തമാവുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ഏരിയയിലൊക്കെ വരുമ്പം അത് എൻ്റെയിൽ നമ്മൾ ആദ്യം കാണുന്ന മെറിൻഡ ആവുന്നില്ല. അത് രണ്ട് ക്യാരക്ടേഴ്സായിട്ട് തന്നെ നരേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ പിടിച്ചു പോയതാണോ? ഇല്ല, ഒന്നാമത് ആർക്കും നറേഷൻ കൊടുത്തിട്ടില്ല, ലൈക്ക് വേർബലി. എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇങ്ങനെ ഇരിക്കും. സ്ക്രിപ്റ്റ് ആണ്. അല്ല, പ്ലീസ് നോക്കൂ. ഇങ്ങനെ നോക്കണം. വേർബലി നറേഷൻ തന്നിട്ടില്ല. അപ്പം കഴിഞ്ഞ ഇന്റർവ്യൂവിന് അതെ ഉത്തരം പറയുമ്പോ ഇങ്ങനെ നമ്മൾ അതല്ല, ഇങ്ങനെ ഇരിക്കും. ഞാൻ ശ്രദ്ധിക്കില്ല. അല്ല, എനിക്ക് ഇങ്ങനെ എത്തി നോക്കിയാലേ ഇവിടെ നോക്കിയാൽ മുടിയെ കാണാൻ പറ്റുന്നുള്ളൂ.
എന്താ പറയണത് ഇങ്ങനെ നോക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഞാനും ഒരിക്കലും ഇങ്ങനെ നോക്കിയാൽ ആൾക്കാർ എന്ത് ചോദിക്കും, എന്ത് പറ്റും ചോദിക്കും, ഇങ്ങനെ നോക്കി പറഞ്ഞു ഇങ്ങനെയൊക്കെ. ശിവജിത്തിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നല്ലോ, സൗഭിക്കയുടെ മുഖത്തോട്ട് ഞാൻ എല്ലാവരും നോക്കുന്നുണ്ട്. നിന്റെ മുഖത്തോട്ട് നോക്കുമ്പോ ഇവർക്ക് ഇതാണ് കേട്ടോ ഈ റീല് വരാ. ജാനുവിന്റെ മുഖത്ത് നോക്കിയപ്പോൾ എന്ത് പറഞ്ഞേ കണ്ടോ? പറയേ ഉത്തരം പറ, ഉത്തരം അറിയില്ലെങ്കിൽ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നു. കറക്റ്റ് ഉത്തരം പറ, വെറുതെ നമ്മളെ ഇല്ല, ആള് ക്ലിയർ ചെയ്യുന്നത് എന്താണ് ക്യാരക്ടർ എന്നൊക്കെ. പക്ഷെ ഇങ്ങനെ 2 ക്യാരക്ടേഴ്സ് ആയിട്ടല്ല. അതൊന്നാമത്തെ അത് ഓവർ ആവാൻ പാടില്ല, അണ്ടർ ആവാൻ പാടില്ല. അപ്പൊ അങ്ങനെ പിടിച്ചു എന്നാണ് എനിക്ക് ഐ ഹോപ്പ് ഐ ഡിഡ്. പക്ഷെ ആൾക്ക് കറക്റ്റ് ക്ലിയർ ചെയ്യുന്നു. ഓരോ ഇപ്പൊ സൗഭിക്ക് പറഞ്ഞ പോലെ ഇങ്ങനെ മീറ്റ് ഇങ്ങനെ കൂട്ടും, അതിങ്ങനെ നമുക്ക് ഗ്രാജുവലി കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അത് ഡബിങ്ങിലും അങ്ങനെ തന്നെ ഇങ്ങനെ കൊണ്ടുപോയത്. ആള് ഐ തിങ്ക് ഹീസ് ലൈക്ക് ആക്ടേഴ്സ് ഡയറക്ടർ. ആക്ച്വലി നമുക്ക് എന്താ വേണ്ടതെന്ന് കറക്റ്റ് പറഞ്ഞുതരാൻ പറ്റുന്നുള്ള ഒരു ഡയറക്ടറായിട്ട് തോന്നിയത്. സെപ്പറേഷൻ ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാജുവൽ ചേഞ്ച് പോലെയോ അങ്ങനത്തെ ഒരു വേരിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സൗഭികയുടെ മുന്നൊരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഒരു കഥാപാത്രത്തിലേക്ക് ഇന്നാവാനായിട്ട്, കഥാപാത്രം പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കാറുണ്ട്. സെറ്റിൽ വന്നാൽ ചിലപ്പോൾ റീടേക്ക് ഒക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ണനിലേക്ക് എത്താനായിട്ട് സമയം എടുത്തിട്ടുണ്ടോ? അതേപോലെ തന്നെ ചില കഥാപാത്രത്തിൽ പുറത്തു വരാനും സമയം എടുത്തായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ അമ്പിളിന്നും സജിനും ഇടയ്ക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം അത് ത്രൂ ഔട്ട് അങ്ങനെ തന്നെ ബലം പിടിച്ചെടുക്കുന്നതുകൊണ്ട്. ഇതില് തുടക്കം തന്നെ ചോദിച്ചിരുന്നു നമുക്ക് ഡയലോഗ് പോർഷൻസ് അങ്ങനത്തെ ഒക്കെ ഫസ്റ്റ് എടുക്കാനായിട്ട് മുമ്പ് ഒരു എന്താണ് ഇയാളുടെ മാനേഴ്സും കാര്യം. ആ ഷാപ്പിൻ്റെ അപ്പം പറഞ്ഞ അതിൻ്റെ ടൈറ്റിൽ പരിപാടി ഇവർക്ക് ഈ വിളമ്പുന്ന കള്ള് കൊടുക്കുന്നതും അതിൻ്റെ കുറച്ച് സീക്വൻസിലുണ്ടല്ലോ അതെടുത്ത് പോകാമെന്ന് പറഞ്ഞു. അത് അടിപൊളിയാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ആ ഞൊണ്ടിലോട്ടും ഇയാൾ അതിൻ്റെ അകത്തുള്ളൊരു പെരുമാറ്റം ഇതൊക്കെ ഇയാൾക്ക് അറിയാവുന്നതാണ് ഈ പരിപാടി ചെയ്യുന്നതൊക്കെ. അങ്ങനെ കാരണം അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അല്ലാതെ ഇങ്ങനെ അതിലോട്ട് കയറുന്ന ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും ഞാൻ മിക്കപ്പോഴും ചോദിച്ചിട്ട് അത് റീഷൂട്ട്, കാരണം അത് ചിലപ്പോൾ അതിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ തുടക്കം തന്നെ ആയതുകൊണ്ട് കുറച്ചും കൂടി ചെയ്തു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ വലിയ വലിയ ക്യാരക്ടേഴ്സ് കേട്ടോ. ചോദിച്ച് ഒന്നുകൂടി നമുക്കത് എടുത്താലോ എന്ന് ചോദിക്കും. ഇതിൽ പിന്നെ ഫസ്റ്റ് തന്നെ തുടക്കം ഇങ്ങനത്തെ സീക്വൻസുകളാണ് തുടങ്ങി വന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പം. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയാണല്ലോ ഇയാൾ കാണിക്കുന്നതിന്, അധികം ഫ്രെയിമിലോട്ടൊന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലല്ലോ തുടക്കവും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല, കറക്റ്റായിട്ട് തന്നെ കയറി വന്നു. അന്ന് തിരിച്ചിറങ്ങി വരാനോ? ഇല്ല, അങ്ങനെ പ്രോബ്ലം ഉണ്ടായില്ല. കാരണം ഇത് ഇങ്ങനെ തന്നെ നടന്ന് വയ്യാണ്ടായി മേക്കപ്പായിട്ടൊന്നും മര്യാദക്ക് കിടക്കണം. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഈ മുടി പഠിക്കലും പരിപാടിയൊക്കെ ആയിട്ട്, കാരണം 100 എത്ര ദിവസം അത് എല്ലാ ദിവസവും ചെയ്യണമല്ലോ. പിന്നെ എനിക്കിത് പടം ഇറങ്ങാൻ നേരത്ത് കുറേ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു എനിക്ക്. പടം തിയേറ്ററിൽ കാണണം ഭയങ്കര കൊതിയായിരുന്നു. കാരണം നമ്മൾ ഈ ചെയ്ത ഔട്ട്പുട്ട്, കാരണം മ്യൂസിക് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ കാണുന്ന പോലെയല്ലോ തിയേറ്ററിൽ നിന്ന് കാണുന്നത്. മ്യൂസിക്കും കറക്റ്റ് കളറും അതിൻ്റെ ഗ്രാഫിക്സും പിന്നെ ഇത്ര അധികം ഓഡിയൻസിലൂടെ കാണുമ്പോൾ കുറച്ചും കൂടി ഈ ക്യാരക്ടർ അവർക്ക് എങ്ങനെയാണ് കിട്ടണമെന്നുള്ളതിൻ്റെ മിക്ക പടങ്ങൾ പോലെ അല്ലെങ്കിൽ ഈ പടം ഭയങ്കര ആഗ്രഹമായിരുന്നു. തിയേറ്ററിൽ ഭയങ്കര കൊതിയായിരുന്നു എല്ലാവരും കാണാൻ, കാരണം അത്രയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ തന്നെ ലൈക്ക് അനുരാഗ് കശ്യപ് വരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തെന്നാണ് ഈ തിന്നുന്നതെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ. അപ്പോൾ അത്രയും ഒരു യുണീക്നെസ് ഇത് ഫസ്റ്റ് മുതലേ തന്നിട്ടുണ്ട്. അതിലുള്ള ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് അൻവർ റഷീദ് പ്രൊഡക്ഷൻസ് കൂടെയാണല്ലോ. വന്നിട്ടുള്ള മുന്നേയുള്ള പ്രൊഡക്ഷനുകളൊക്കെ അങ്ങനെ പ്രോമിസിങ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അൻവർ റഷീദുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധം കൂടെ ഉണ്ട്. എങ്ങനെയായിരുന്നു പ്രാവൻകൂട് ഷോപ്പിന്റെ മൊത്തത്തിലുള്ള നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഒരു റോള്? നമുക്ക് ശരിക്കും ഫസ്റ്റ് ശ്രീയായിട്ട് കുറേ നാൾ മുമ്പ്, കുറച്ച് 4-5 വർഷം മുമ്പാണ് പ്രാവൻകൂട് ഷാപ്പിന് സ്ക്രിപ്റ്റ് പറയുന്നത്. അത് കേട്ട ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എനിക്കിത് എങ്ങനെയായിരിക്കും ഇത് ഫിലിം ആക്കാന്ന്, അതെങ്ങനെയായിരിക്കും ശ്രീയ ഫസ്റ്റ് ചെയ്യുന്നൊരു പടമല്ലേ. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് ഇത് എടുക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് പിന്നെ ഒരു ദിവസം കൂടി വിളിപ്പിച്ച് ഒന്നുകൂടി പറയുന്നത് വെച്ചപ്പോൾ അതിൻ്റെ എലമെൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഒരു ദിവസം പിന്നെ ഞാൻ ഷൂട്ടിൻ്റെ തിരക്കായിപ്പോയി. കുറച്ച് ഒരു 1 ഇയർ അടുത്തായി. ശ്രേയ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് തൂമ്പാന്ന് പറഞ്ഞിട്ട് സോപ്പ്, എനിക്കൊന്ന് കണ്ടു നോക്കുമെന്ന് പറയും. അത് കണ്ടപ്പോഴാണ് എനിക്ക് ശ്രീയ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആക്ഷേപഹാസ്യം, അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ കണ്ടപ്പോൾ മനസ്സിലായി പുള്ളി അത് കറക്റ്റായിട്ട് പുള്ളിക്ക് അറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം അത് കുറച്ച് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. പ്രാവൻകൂട് ഷാപ്പിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എങ്ങനെ കൊണ്ടുവന്നത് കുറച്ച് നല്ല ബുദ്ധി കറക്റ്റ് പണിയെടുക്കണം. അങ്ങനെ തൂമ്പ ഇത് കണ്ടപ്പോൾ
ഞാൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അമ്പൂക്കാക്ക് ഞാൻ വെറുതെ ഈ ഒരു ശ്രീരാജ് എന്ന് പറഞ്ഞൊരാളുണ്ട്, ഇങ്ങനൊരു കഥ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, പുതിയതായിട്ടുള്ള ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ ഒരു ഇതും കൂടി സെൻഡ് ചെയ്യാം, ഒരു പുള്ളി ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം അതും കൂടി കണ്ടിട്ട് ഒന്ന് പറയണേന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അപ്പം തന്നെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ 10-12 മിനിറ്റുള്ളൂ പറഞ്ഞു. നമുക്ക് കണ്ടപ്പോൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ല രസമായിട്ടുണ്ട്, ഞാൻ ഇന്ന് ഫ്രീ ആണെന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കും. അന്ന് തന്നെ വരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അന്ന് തന്നെ വിളിച്ചിട്ട് ഞാൻ ഓടി വന്നുള്ള തൃശ്ശൂരുണ്ടെന്ന് പറഞ്ഞ് നേരെ ഫ്രീ ആയിരുന്നപ്പോൾ തന്നെ നമുക്ക് കേട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ അത് ഓക്കെ പറഞ്ഞു. പിന്നെ അമ്പൂക്കയും കൂടി ഈ പരിപാടിയിലോട്ട് വരാമെന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ അമ്പൂക്ക വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. കാരണം അമ്പൂക്ക എല്ലാത്തിലും ഇൻവോൾവ് ആയിരിക്കും, എല്ലാ കാര്യത്തിലും ഉണ്ടാവും. കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ടെക്നീഷ്യന്മാരുടെ കാര്യത്തിലാണെങ്കിലും എങ്ങനെയായിരിക്കും കുറച്ചും കൂടി എല്ലാത്തിനും കൂടെ ഉണ്ടാവും. അപ്പോൾ പടം അടിപൊളിയായിരിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കൂടി വന്നപ്പോൾ. അതിൻ്റെ എല്ലാ എലമെൻസും ഇതിനകത്ത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ബേസിലിൻ്റെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രാഫ് എടുക്കുമ്പോൾ അതിൽ 2024 ഭയങ്കര ഒരു സ്ഥാനമുണ്ട്. അത് എല്ലാം കൊണ്ടും ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ട്രോളായിട്ടാണെങ്കിലും എല്ലാം കഥാപാത്രമായിട്ടാണെങ്കിലൊക്കെ ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ ഭയങ്കര രസമായിട്ട് നിങ്ങളത് സ്വീകരിക്കുന്നുണ്ട്, അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ 2024 തന്നിട്ടുള്ള ഒരു ഭയങ്കര ലേണിംഗ് എന്തായിരിക്കും? അല്ല, ഇതൊക്കെ ടെമ്പററി ആണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പറയുന്നത്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇതിലൊന്നും ക്യാരിഡ് അവേ ആവാതിരിക്കുക എന്നുള്ളതാണ് എനിക്കുള്ള ഏറ്റവും പേഴ്സണലായിട്ടുള്ളൊരു. ഇന്ന് പറയുന്നത് നാളെ തിരിച്ച് പറയാം, ഒന്നും എല്ലാം പെട്ടെന്ന് സ്വിച്ച് ആവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയ ആണ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം ഒരു പടം മോശമാവോ നല്ലതാവുമോ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പക്ഷെ നമ്മൾ നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ്. പിന്നെ കണക്ട് ചെയ്യുക, എല്ലാവരുമായിട്ടും റീകണക്ട് ചെയ്യുക. പറയുന്ന പോലെ സക്സസ് ഇങ്ങനെ കൂടുന്തോറും നമ്മളിങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പലതരത്തിലുള്ള ഡിറ്റാച്ച്മെൻറ്റ്സ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ള അതൊക്കെയാണ് എനിക്ക് കിട്ടിയ ലേണിംഗ്. ഈ പറയുന്ന പോലെ നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യുക, റീകണക്ട് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ടും വീണ്ടും ട്രാവൽ ചെയ്യുക, ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുക, അവരായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക. തിരക്ക് കൂടത്തേ ഉള്ളൂ ഈ സക്സസ് കൂടുതൽ വരുമ്പോൾ. ആ തിരക്ക് വീണ്ടും കൂടാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയോ പോയി പോകും. കുറച്ചുകൂടെ തിരിച്ച് താഴോട്ട് വരണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി വരാനുള്ള പ്രോജക്റ്റുകൾ പ്രത്യേകിച്ചും സംവിധാനത്തിൽ 1-2 സ്ക്രിപ്റ്റുകൾ നമ്മൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വലിയ സിനിമകളായതുകൊണ്ടുള്ള ഡിലേസ് ഉണ്ട്. ഇതിൽ മുമ്പേ സംഭവിക്കേണ്ടതായിരുന്നു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ പക്ഷേ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഈ വർഷം അതിനൊക്കെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് തോന്നുന്നു അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ. എന്തായാലും ഷൂട്ടോ റിലീസോ ഒന്നും ഈ വർഷം ഉണ്ടാവില്ല, പക്ഷെ അതിനുള്ള പ്രെപ്പും കുറച്ചധികം പ്രിപ്പറേഷൻസ് വേണ്ട സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ടുള്ള അങ്ങനത്തെ ഒരു ബ്രേക്ക് ഉണ്ടാവുമായിരിക്കും. ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ കുറച്ചുകൂടെ സമയം ബ്രേക്ക് എടുക്കേണ്ടി വരുമായിരിക്കും. ഇനി സിനിമകൾ അഭിനയിക്കുന്ന സിനിമകൾ വരാനുണ്ട്? ഇല്ല, എല്ലാ സിനിമയും ഇപ്പോൾ കമ്മിറ്റ് ചെയ്ത സിനിമകളൊക്കെ അഭിനയിച്ച് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഇനി റിലീസാവാനുണ്ട്. ഫെബ്രുവരി 6-ാം തീയതി പൊന്മാൻ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഏപ്രിലിൽ മരണമാസം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നുണ്ട്. അത്രയാണ് അഭിനയിച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സിനിമകൾ. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും ഇപ്പോൾ ഒന്നുമില്ല. ചേച്ചേട്ടൻ്റെ ഏതൊക്കെ ഇനി പ്രോജക്റ്റുകൾ വരാൻ? എനിക്കിനി ജയരാജ് സാറിൻ്റെ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു. മിക്കവാറും 1-2 മാസം കൊണ്ട് റിലീസ് ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞു. അതാണ് ഇനി ഒരു മെയിനായിട്ട്. പിന്നെ ഒരു ചെറിയൊരു പടം, തെലുങ്ക് പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഷൂട്ട് ഈ മാസം ആകുമ്പോൾ തീരും. അങ്ങനെ പിന്നെ നല്ല പ്രൊജക്റ്റുകൾ വരുമായിരിക്കും പ്രതീക്ഷ. ചാന്ദിനിയുടെ എനിക്ക് തോന്നുന്നു മുന്നേയുള്ള കഥാപാത്രങ്ങൾ പോലെയല്ല ഈ കഥാപാത്രം തന്നിട്ടുള്ള ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പെക്ട്രം ഓപ്പൺ ആക്കി തരുകയും കൂടി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു ജേർണി ഇല്ലേ, പല ക്യാരക്ടേഴ്സിലൂടെ ഇങ്ങനെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നിലേക്ക് പോയപ്പോൾ ഉള്ള ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് ഈ സിനിമയിൽ ഒരു ആക്ടർ എന്ന നിലയിൽ പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് നന്നായിട്ട് കിട്ടിയെന്ന് തോന്നി. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പം എല്ലാവരെയും സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഐ ഹോപ്പ് ഓഡിയൻസിനും എല്ലാവർക്കും ഇത് ഇഷ്ടമായിരുന്നു. ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ലൈക്ക് പക്ഷെ അതിന് ഇപ്പം നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ടീം വർക്കാണ്. അപ്പം അതിൽ എല്ലാത്തിലും ഞാൻ ഇങ്ങനെ എന്താണോ വർക്ക്. സോ ആ ക്യാരക്ടറും ആ സിനിമക്ക് ആവശ്യമുള്ളതാണ് അവിടെ വേണ്ടത്. സോ അങ്ങനത്തെ ഒരു സിനിമയും ക്യാരക്ടറും
കിട്ടിയതിൽ ഐ എം വെരി ഹാപ്പി. അത് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എപ്പോഴും പെർഫോം ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ് സിനിമയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ അമേരിക്കയിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒറ്റയ്ക്ക് എന്നിട്ടൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനത്തെ നല്ല നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട്. ഒന്നും എടുത്തു ചാടി ചെയ്യാറില്ല. പക്ഷെ ഐ ജസ്റ്റ് ഹോപ്പ് ഇനി ഇവിടെ ഉണ്ടാവും, നാട്ടിലുണ്ടാവും. അതുകൊണ്ട് ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. സജീവമായിട്ട് നിൽക്കട്ടെ. താങ്ക് യു. സൗബിൻക്ക് മുന്നേ പറവ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ഗ്യാപ്പ് അഭിനയത്തിൽ നിന്ന് എടുത്തിട്ട് വേണം ചെയ്യാൻ, അത്രയും ഇരുന്ന് വർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സംവിധാനത്തിൽ ഉടൻ തന്നെ സിനിമ വരുമെന്ന് മുന്നേ പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കണം, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഇതിന്ന് ഫുള്ളി ഡിറ്റാച്ച്ഡ് ആയിട്ട് അതിലേക്ക് പോകണം എന്നുള്ള തീരുമാനമുണ്ടോ? ഇനി പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് ഉള്ളത്? ഇപ്പം ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നത് അടുത്ത മാസം മച്ചാൻ്റെ മാലാക മൂവി. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി റിലീസ് ചെയ്യുന്നുണ്ട്, പാതിരാത്രി എന്ന് പറയുന്ന മൂവി. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തമിഴ് മൂവി കൂലി, രജിത് സാറിൻ്റെ, ലോകേഷ് കനക ഡയറക്റ്റ് ചെയ്യുന്ന. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചാൾ ബ്രേക്ക് എടുക്കാന്നുള്ള, ഡയറക്ഷൻ ഇതിലോട്ട് കയറാന്നുള്ള കുറച്ചാൾ. ഡയറക്ഷനിൽ വരുന്ന സിനിമകൾ ലൈക്ക് പീപ്പിൾ ലൈക്ക് ദുൽഖർ ഒരു അനൗൺസ്മെന്റ് നടത്തി, പിന്നെ അത് തന്നെയാണ് അടുത്ത് വരുന്നത്. ഓതിര ഘടകമല്ല, വേറൊരു സ്ക്രിപ്റ്റാണ്. ദുൽഖർ തന്നെയാണ് അതിലുള്ളത്. അത് ഉടനെ അത് തന്നെ അതിൻ്റെ ഷൂട്ടിംഗ് പരിപാടി, അതിൻ്റെ ഡയറക്ഷൻ ഇതിലോട്ട് കയറാൻ വേണ്ടി പോകുന്നു, അതിൻ്റെ വർക്കിലോട്ട്. സ്ക്രിപ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഞാനിപ്പം ഇത്ര നേരം സംസാരിച്ചപ്പോഴും എനിക്കിതിന്ന് കിട്ടിയ ഹൈ കൺവേ ആയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിതൊരു വ്യത്യസ്തമായിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്, പ്രേക്ഷകർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള സംസാരവും ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഈ സമയത്തിനും ഇത്രയും നേരം ഈ ഒരു നല്ല കോൺവെർസേഷൻ കൊണ്ടുപോയതിനും. താങ്ക് യു. താങ്ക് യു. Thank you so much.